ഓം ശാന്തി. ഈ അന്തിമ ബ്രാഹ്മണ ജന്മത്തിൽ, മർജീവ ജന്മത്തിൽ ഞാൻ ജീവിച്ചിരിക്കെ ഒരേയൊരു ബാബയുടെ മാത്രമാണ്. ഈ പഴയ ലോകത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ബുദ്ധിയെ മാറ്റുകയാണ്. പൂർണ്ണമായും ബാബ് ദാദയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ഞാൻ സ്വയം എൻ്റെ മംഗളം ചെയ്യുകയാണ്. ബാബയുടെ സേവനത്തിനായി ഞാൻ എൻ്റേതെല്ലാം ബാബയ്ക്ക് ഇൻഷ്വർ ചെയ്യുന്നു. പൂർണ്ണ മനസ്സോടെ ഞാനിപ്പോൾ ബാബയുടെ കുട്ടിയാണ്. ബാബയുടെ എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ബാബ നിഷ്കാമ സേവാധാരിയായി ഇപ്പോൾ നമ്മുടെ സേവനം ചെയ്യുകയാണ്. പഠിപ്പിച്ച് യോഗ്യനാക്കി സ്വർഗത്തിൻ്റെ അധികാരിയാക്കുകയാണ്. ഞാനിത് യഥാർത്ഥ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയാണ്. ബുദ്ധിയുടെ മുഴുവൻ കണക്ഷനും ഒരേ ഒരു ശിവബാബയിൽ വയ്ക്കുന്നു. എൻ്റെ ശരീരവും മനസ്സും ധനവും എല്ലാം ശിവബാബയുടെ സേവനത്തിനായി ഞാൻ സമർപ്പിക്കുകയാണ്, ഇൻഷ്വർ ചെയ്യുകയാണ്. ബാബ ഇൻഷുറൻസ് മാഗ്നറ്റാണ്. എൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതിഫലമായി 21 ജന്മത്തേക്ക് ബാബ എനിക്ക് രാജപദവി നൽകുകയാണ്. ഒരു പിടി അവൽ കൊടുത്ത് കൊട്ടാരം നേടുന്ന കുചേലൻ അത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഞാനിത് തിരിച്ചറിയുകയാണ്. ബ്രഹ്മ ബാബയെ പോലെ ഞാനും വിവേകശാലിയായി എൻ്റെ സർവ്വതും ശിവബാബയ്ക്ക് ഇൻഷ്വർ ചെയ്യുന്നു.
നിശ്ചയബുദ്ധിയുള്ള കുട്ടിയായി പൂർണ്ണമായും ബാബയുടെ ശ്രീമത്തനുസരിച്ച് ഞാൻ നടക്കുന്നു. ബാബ എൻ്റെ അതിസ്നേഹിയായ അച്ഛനാണ്, ടീച്ചറാണ്. എന്നെ പഠിപ്പിച്ച് ഏറ്റവും മുന്നിലെത്തിക്കാൻ വേണ്ടി ബാബ എത്രമാത്രം എൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കുകയാണ്. സദാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എന്നെ പാലിച്ചുകൊണ്ടിരിക്കുന്ന, മായയിൽ നിന്നും എന്നെ സദാ സുരക്ഷിതമാക്കി വയ്ക്കുന്ന എൻ്റെ മധുരമായ അച്ഛനാണ് ബാബ. ഞാൻ എൻ്റെ എല്ലാ സമാചാരങ്ങളും വിവരങ്ങളും സദാ ബാബയെ കേൾപ്പിച്ച് ബാബയിൽ നിന്നും ശ്രേഷ്ഠ നിർദ്ദേശങ്ങളെടുത്ത് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വയം ഭഗവാന്റെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന, പാലനയിൽ ജീവിക്കുന്ന അതിശ്രേഷ്ഠ ആത്മാവാണ് ഞാൻ. ഈ ബ്രാഹ്മണ ജന്മം അത്യുത്തമമാണ്. ഈശ്വരന്റെ കുട്ടി എന്ന ടൈറ്റിൽ കേവലം എനിക്കിപ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിൽ പോലും ഈ ടൈറ്റിൽ ഉണ്ടാകില്ല. ഈ ബ്രാഹ്മണ ജീവിതം എത്ര അമൂല്യമാണ്. കോടിയിലും ചിലർ, അതിലും ചിലരിൽ നിന്നും സ്വയം ഭഗവാൻ തിരഞ്ഞെടുത്ത രത്നമാണ് ഞാൻ. അതിശ്രേഷ്ഠമായ രത്നം. ബാബ എന്നെ ബാബയ്ക്ക് സമാനം മഹാനാക്കി മാറ്റുകയാണ്. ഈ ബ്രാഹ്മണ ജന്മത്തിൽ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് ചെയ്യുന്ന ഓരോ ശ്രേഷ്ഠ കർമ്മത്തിന്റെയും ഫലം ജന്മജന്മാന്തരത്തേക്ക് ബാബ നൽകുകയാണ്. എന്നെ സദാ സുഖിയാക്കുകയാണ്. ഉയർന്ന പദവി നൽകുകയാണ്.
ഈ ലോകത്തിൽ മറ്റാർക്കും തന്നെ ഇല്ലാത്ത ശ്രേഷ്ഠമായ ജ്ഞാനമാണ് എനിക്ക് ബാബയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഈ ഗംഭീരമായ ജ്ഞാനത്തെ ഞാൻ മുഴുവനായും മനസ്സിലാക്കുന്നുണ്ട്. രചയിതാവായ പരമാത്മാവിനെയും പരമാത്മാവിന്റെ ജീവചരിത്രത്തെയും ഞാൻ മനസ്സിലാക്കി. അതോടൊപ്പം എന്റെ ജീവചരിത്രവും ഞാൻ തിരിച്ചറിഞ്ഞു. ജ്ഞാനസാഗരമായ ബാബ എന്നെയും ബാബയ്ക്ക് സമാനം മാസ്റ്റർ ജ്ഞാനസാഗരമാക്കുകയാണ്. ഈ സൃഷ്ടി നാടകത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തന്ന് എന്നെ ത്രികാലദർശിയാക്കി. ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. എന്റെ മുന്നിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സീനുകളും അത് ഡ്രാമ അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൽപ്പകൽപ്പത്തെ ആവർത്തനം മാത്രമാണ്. സാക്ഷി ദൃഷ്ടാവായി ഈ നാടകത്തെ കണ്ടുകൊണ്ടിരിക്കാൻ ബാബ എന്നെ പഠിപ്പിച്ചു. ഈ നാടകത്തിലെ ഓരോ സീനും, ഓരോ അഭിനേതാവിന്റെ പാർട്ടും ഞാൻ സാക്ഷിയായി കാണുകയാണ്. ഞാനിപ്പോൾ നിശ്ചയ ബുദ്ധിയുള്ള ബാബയുടെ കുട്ടിയാണ്. വിജയി ആത്മാവാണ്. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ബാബ ബാബ എന്ന ഗീതം പാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ ഞാൻ അളവറ്റ സന്തോഷവും ശാന്തിയും പ്രാപ്തമാക്കിയിരിക്കുകയാണ്. ഓം ശാന്തി.